എൻ്റെ 12ാമത്തെ മൂവിൽ ക്യൂൻ സാക്രിഫൈസ് ചെയ്ത കാസ്പറോവ്. ഈ ഗെയിം ഇത്ര സ്പെഷ്യൽ ആവാൻ കാരണം കാസ്പറോവ് എങ്ങനെ തൻ്റെ പീസുകളെ കോർഡിനേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയ പ്രത്യേകത. എങ്ങനെ എല്ലാ പീസുകളും മാക്സിമം ആക്ടിവിറ്റിയിലേക്ക് കൊണ്ടുവരിക എന്നത് കാസ്പറോവ് ഈ ഗെയിമിലൂടെ കാണിച്ചു തരുന്നു. വൈറ്റ് കളിക്കുന്നത് വ്ളാഡിമിർ ക്രാംനിക്, വളരെ സ്ട്രോങ് ആയുള്ള ഗ്രാൻഡ് മാസ്റ്ററാണ്. ബ്ലാക്ക് കളിക്കുന്നത് ഗ്യാരി കാസ്പറോവ്. അപ്പോൾ രണ്ടുപേരും ചെസ് ലോകത്തെ ഇതിഹാസങ്ങളാണ്. ഗെയിം എന്ന് കണ്ടു നോക്കാം. ഇവിടെ ക്രാംനിക് D4 വെച്ച് കളിക്കുന്നു. കാസ്പറോവ് നൈറ്റ് F6 കളിക്കുന്നു. C4 G6, അപ്പോൾ കിങ്സ് ഇന്ത്യൻ ഡിഫൻസ് ആണ്. നൈറ്റ് C3 ബിഷപ്പ് G7 E4, അപ്പോൾ നല്ല സ്ട്രോങ് സെൻട്രലുണ്ട്. ഇവിടെ 3 പോൺസ് സെൻട്രലുണ്ട്. കാസ്പറോവ് D6 കളിക്കുന്നു, E5 തടയാൻ വേണ്ടിയിട്ടാണ്. നൈറ്റ് C, ഇവിടെ നൈറ്റിനെ F3 കളിക്കുന്നു. കാസ്പറോവ് ക്യാൻസൽ ചെയ്യുന്നു. ബിഷപ്പ് E2 E5, വളരെ ഇൻട്രസ്റ്റിംഗ് ആയുള്ളൊരു പോൺ സാക്രിഫൈസ് ആണ്. ഇവിടെ ക്രാംനിക് D5 കളിക്കുന്നു. ഈ പോൺ വെച്ച് ഈ പോണിനെ വെട്ടിക്കഴിഞ്ഞാൽ തിരിച്ചു വെട്ടും. നൈറ്റ് വെച്ച് വെട്ടി ഒരു പോൺ എക്സ്ട്രാ ആയിട്ടൊക്കെ തോന്നാം, പക്ഷേ ആദ്യം ക്യൂവിനെ എക്സ്ചേഞ്ച് ചെയ്യും. തിരിച്ചു വെട്ടിക്കഴിയുമ്പോൾ നൈറ്റ് ഇൻറ്റു E4, അപ്പോൾ തിരികെ കിട്ടുകയും ചെയ്യും. ഈ നൈറ്റിലേക്ക് അറ്റാക്കുമാണ്, ബ്ലാക്കിനൊരു ബെറ്റർ പൊസിഷൻ കിട്ടും. അപ്പോൾ അതുകൊണ്ട് ആ ഒരു പോണിനെ, ഈ ഒരു പോൺ സാക്രിഫൈസ് എടുക്കുന്നില്ല ക്രാംനിക്. D5 കളിക്കുന്നു. A5 കളിക്കുന്നു. ഇവിടെ കാസ്പറോവ് ഐഡിയ നൈറ്റിനെ A6 കൊണ്ടുവരിക, C5 കൊണ്ടുവന്നിട്ട് E4 പോണിലേക്ക് അഡീഷണൽ പ്രഷർ കൊടുക്കുക. ബിഷപ്പ് G5 കളിച്ച് പിൻ ചെയ്യുന്നു. കാസ്പറോവ് H6 കളിക്കുന്നു. ബിഷപ്പ് H4 നൈറ്റ് A6, അപ്പോൾ ഇനി ഐഡിയ നൈറ്റിനെ C5 കൊണ്ടുവരിക എന്നുള്ളതാണ്. ക്യാൻസൽ ചെയ്യുന്നു. ബിഷപ്പ് D7, നൈറ്റിനെ ഇവിടെ D2 കളിക്കുന്നു. രണ്ട് ഐഡിയ ഉണ്ട്, F4 കളിക്കുക, മാത്രമല്ല ഈ പോണിലേക്ക് ഒരു അഡീഷണൽ പ്രൊട്ടക്ഷനും. നൈറ്റ് C5 കളിക്കുന്നു. ഇപ്പോൾ ത്രെട്ട് ഈ ഒരു പോണിലേക്കാണ്, രണ്ട് രീതിയിൽ അറ്റാക്ക് ചെയ്യണം. B3 കളിക്കുന്നു. ഈ പോൺ സ്ട്രക്ചർ മാക്സിമം കോമ്പാക്റ്റ് ആയിട്ട് വെക്കുന്നു. നൈറ്റ് വെച്ച് പോണിനെ എടുത്ത് തൻ്റെ ക്യൂവിനെ സാക്രിഫൈസ് ചെയ്ത് സർപ്രൈസ് ചെയ്യണം ഇവിടെ കാസ്പറോവ്. അപ്പോൾ ക്രാംനിക് ഓൾറെഡി സർപ്രൈസ്ഡ് ആയി, ക്യൂവിനെ വെട്ടിയെടുത്തു, നൈറ്റ് വെച്ച് തിരികെ എടുത്തു. അപ്പോൾ ഐഡിയ ഇപ്പോൾ ക്യൂവിലേക്കും അറ്റാക്കാണ്. ഈ ബിഷപ്പിനെ പിന്നെ നേടുകയും ചെയ്യാം. ക്യൂവിൻ ഇവിടേക്ക് മാറുന്നു, റൂക്ക് വെച്ച് എടുക്കുന്നു. പക്ഷേ ഈ ഒരു സാക്രിഫൈസ് എത്ര വെർത്താണോ നിങ്ങൾ തന്നെ ഒന്ന് കണ്ടു നോക്കുക. റൂക്കിനെ ഇവിടെ C1 കളിച്ച് ഈ നൈറ്റിനെ അറ്റാക്ക് ചെയ്യണം. നൈറ്റ് എന്തായാലും പോണിനെ എടുക്കുന്നു, അപ്പോൾ കാസ്പറോവ് ഈ പോണിനെ എടുക്കുന്നു. അപ്പോൾ ക്രാംനിക്കിൻ്റെ ഐഡിയ തിരികെ വന്നിട്ട് ഈ റൂക്കിന് ഒരു സെമി ഓപ്പൺ ഫയൽ കിട്ടുക എന്നുള്ളതാണ്. പക്ഷെ വെറുതെ നൈറ്റ് B4 വരുന്നു. ഇപ്പോൾ രണ്ട് നൈറ്റും വളരെ പവർഫുള്ളാണ്. ഈ ബിഷപ്പിനും വളരെ സ്ട്രോങ് ആയുള്ള ഡയഗണലുണ്ട്. E4 പോലത്തെ മൂവ്സ് വരാം. ബിഷപ്പിനെ ഇവിടെ D1 കളിക്കുന്നു. ഈ ഒരു പോണിലേക്കും പ്രൊട്ടക്ഷൻ, ഈ ഒരു ക്യൂവിനും കുറച്ചുകൂടെ ബ്രീത്തിങ് സ്പേസ് കിട്ടി. E4 കളിച്ച് ഈ റൂക്കിലേക്ക് അറ്റാക്ക് ചെയ്യണം. റൂക്ക് B1, റൂക്കിനെ ഈ ഒരു ആക്റ്റീവ് ഫയലിലേക്ക് കൊണ്ടുവന്ന് E4 പോണിന് വീണ്ടും പ്രൊട്ടക്ഷൻ നൽകുന്നു. ക്യൂവിനെ E3 കളിക്കുന്നു. F5, അപ്പോൾ മാക്സിമം എക്സ്പാൻഷൻ ഇവിടെ നടക്കുകയാണ്. ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ലൈൻസ് ഉണ്ട് ഇവിടെ കാസ്പറോവിന്. H4, ഇതിൻ്റെ ഐഡിയ ഇനി G5 ഇതുപോലത്തെ ഈ ഐഡിയാസൊക്കെ തടയാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ കാസ്പറോവിൻ്റെ ഈ പോൺ ഓൾറെഡി നല്ല പ്രൊട്ടക്റ്റഡ് ആണ്. ഇനി അടുത്ത മുന്നിൽ റൂക്ക് വഴി ഇവിടെ F4 കളിക്കാം. G3 കളിക്കുന്നു. F4 തടയാനാണ് ഐഡിയ. അടുത്ത റൂക്കിനെയും കൂടി കളിയിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ കാസ്പറോവിൻ്റെ പീസുകളെല്ലാം വളരെ ആക്റ്റീവാണ്. കിങ് G2, നൈറ്റിനെ ഇവിടെ D3 കൊണ്ടുവന്നു. അപ്പോൾ ഇനി F4 കളിച്ച് മാക്സിമം പ്രഷർ കൊടുക്കുക. ഇതാണ് കാസ്പറോവിൻ്റെ ഐഡിയ. റൂക്ക് G1 കളിക്കുന്നു. കിങ്ങിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരിക, ആ കുറച്ചും കൂടെ അറ്റാക്ക് ഇങ്ങനെ കൊടുക്കുക. ഇതൊക്കെയാണ് ഇവിടെ ക്രാംനിക്കിൻ്റെ ഐഡിയ. പോൺ ടു F4, അപ്പോൾ ഓൾറെഡി ക്യൂവിന് പോകാൻ സ്ക്വയറുകളൊന്നും ഇല്ലാതെയായി. ഇവിടേക്ക് പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ചെക്ക് വരും. അപ്പോൾ അതുകൊണ്ട് പോൺ വെച്ച് വെട്ടുന്നു. ഇവിടെ നൈറ്റ് വെച്ച് വെട്ടാം, റൂക്ക് വെച്ച് വെട്ടാം. റൂക്ക് വെച്ചാണ് വെട്ടുന്നത്. ഐഡിയ ഇങ്ങോട്ടേക്ക് വരിക, ഇവിടേക്കൊക്കെ വന്നിട്ട് നല്ല രീതിയിലേക്ക് അറ്റാക്ക് ചെയ്യുക, റൂക്ക് വെച്ച് H4 എടുക്കുക. ഇതാണ് ഐഡിയ. പക്ഷെ അതിന് പകരം ഇവിടെ H5 കളിക്കുന്നു. ഈ ഒരു പോണിനെ ചലഞ്ച് ചെയ്യുകയാണ്. ഈ ഒരു ബിഷപ്പും ആ ഒരു പോണിനെ ഗാർഡ് ചെയ്യുന്നു. G5 കളിക്കുന്നു. ഇത് കളിക്കാൻ കാരണം അല്ലെങ്കിൽ ഈ റൂക്ക് ആക്റ്റീവ് ആയി കിങ് മൂവ് ചെയ്തതിന് ശേഷം ഈ ഒരു ഡയഗണലിലേക്ക് പണി കിട്ടും. അതുകൊണ്ട് G5 കളിക്കുന്നു, ക്ലോസ് ആക്കി വെക്കണം. റൂക്കിനെ F1 കളിക്കുന്നു. റൂക്ക് H4, അപ്പോൾ ഈ റൂക്ക് ഇവിടേക്ക് കളിയിലേക്ക് വന്നു. ഇനി അടുത്ത റൂക്കിനെ കൂടെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പണിയായി. റൂക്കിനെ എക്സ്ചേഞ്ച് ചെയ്യാൻ നോക്കുന്നു. റൂക്ക് തിരികെ വരുന്നു. അപ്പോൾ ഇവിടുത്തെ ത്രെട്ട് എന്താണ്? ഇങ്ങനെ എടുക്കുക, ചെക്ക് കൊടുക്കുക, നൈറ്റിൻ്റെ സപ്പോർട്ട് ഉണ്ട്, ഒരു രക്ഷയില്ല. അപ്പോൾ ക്രാംനിക് റിപ്പീറ്റ് ചെയ്യാണ്. കിങ് ഇവിടെ റൂക്ക് അവിടേക്ക് വരുന്നു. ഇവിടെ രണ്ട് റൂക്കുകളെയും കൂടെ കണക്ട് ചെയ്യുകയാണ് ഇവിടെ കാസ്പറോവ്. F3 കളിച്ചു, കാരണം F2 ഓൾറെഡി ഭയങ്കര വീക്കാണ്, ഒന്നും തന്നെ ചെയ്യാനില്ല. ഇവിടെ റൂക്കിനെ ഇവിടെ H4 കൊണ്ടുവരുന്നു. അടുത്ത റൂക്കിനെയും കൂടെ കളിയിലേക്ക് കൊണ്ടുവരിക. ഇങ്ങനെയൊക്കെ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് വീണ്ടും ടാക്ടിക്സ് എന്നുള്ള രീതിയിൽ പോൺ വെച്ച് പോണിനെ എടുക്കുന്നു. വേറെ വഴിയൊന്നുമില്ല. ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ത്രെട്ടൻ ചെയ്യുന്നുണ്ട്. ഒന്ന് ബിഷപ്പ് ടു H3 ചെക്കിലും ഈ ഒരു റൂക്ക് ഇവിടെ വീഴുന്നതാണ്. അപ്പോൾ എങ്ങനെയെങ്കിലും ഒരു ആക്ടിവിറ്റി കിട്ടാനും ഈ ഒരു ക്യൂവിന് കുറച്ചും കൂടെ ഇവിടെ ഡിഫെൻസ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു മൂവ് കളിക്കുന്നത്. ഇതും ഹെൽപ്പ് ചെയ്യുന്നില്ല. നൈറ്റ് F4 ചെക്ക്,
അപ്പോൾ ഇവിടെ കാസ്പ്രോവിൻ്റെ പീസുകൾ നോക്കുക. റൂക്ക് 2 നൈറ്റ്, ഈ റൂക്ക് ബിഷപ്പ് എല്ലാം വളരെ ആക്റ്റീവാണ്. കിങ് മാറുന്നു, നൈറ്റിനെ ഇവിടെ CD3 കളിക്കുന്നു, E5 കളിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും ഒരു കൗണ്ടർ പ്ലേ ഉണ്ടാക്കാൻ നോക്കുകയാണ്. ഓൾറെഡി ഇവിടെ ഒരുപാട് ത്രെഡ്സ് ഉണ്ട്, നൈറ്റ് H3 ചെക്ക് പോലത്തെ ഒരുപാട് ത്രെഡ്സ് ഉണ്ട്. അപ്പോൾ ഇവിടെ ക്രാംനിക്ക് മാക്സിമം പിടിച്ചു നിൽക്കാൻ നോക്കുകയാണ്. പക്ഷെ ഒരു കാര്യമില്ല, അടുത്ത നൈറ്റ് ഇവിടേക്ക് വന്നു. ഒരു നൈറ്റ് E5ലും ഒരു നൈറ്റ് ഇവിടെ F4ലും ഉണ്ട്. നല്ല പവർഫുൾ നൈറ്റുകളാണ്. റൂക്ക് ഇവിടെ C1 കളിക്കുന്നു. അപ്പോൾ ഇവിടെ ക്രാംനിക്കിന് ഒരുപാട് പീസുകളുണ്ട്, പക്ഷേ ഇവിടെ കാസ്പറോവിൻ്റെ പീസ് കോർഡിനേഷൻ ഒരു രീതിയിലും ഇവിടെ പൊളിക്കാൻ ഇവിടെ ക്രാംനിക്കിന് പറ്റണില്ല. ഇത് തന്നെയാണ് കാസ്പറോവിൻ്റെ വിജയവും. റൂക്ക് H3 കളിച്ച് ഈ ഒരു ക്യൂവിനെ അറ്റാക്ക് ചെയ്യണം. നൈറ്റ് F3 കളിച്ച് ഇടയിൽ വരുന്നു. അപ്പോൾ ഈ നൈറ്റ് വെച്ച് ഈ നൈറ്റിനെ നേരെ എടുക്കുന്നതിന് പകരം G4 കളിച്ച് ഈ നൈറ്റിനെ പിൻ ചെയ്യുന്നു. ഐഡിയ ഈ ക്യൂവിനെ നേടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒന്നും തന്നെ ചെയ്യാനില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ക്രാംനിക്ക് അവസാനം ഇവിടെ ക്യൂവിനെ തിരികെ കൊടുക്കുകയാണ്. കാരണം എന്താണെന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ ക്യൂവിനെ എടുത്തു കഴിഞ്ഞാൽ ഒരു പീസ് ഇവിടെ കിട്ടി, അടുത്ത പീസ് ഇവിടെയും കിട്ടും. ക്യൂവിനെ എന്തായാലും എടുത്തു, നൈറ്റ് വെച്ച് തിരികെ എടുത്തു. പക്ഷേ ഓൾറെഡി ഇവിടെ കാസ്പറോവിന് ഓൾമോസ്റ്റ് വിന്നിങ് പൊസിഷനിലേക്ക് ആയിക്കഴിഞ്ഞു. നൈറ്റ് H3 ചെക്ക്, കിങ് ഇവിടേക്ക് G2ലേക്ക് കളിച്ചു, റൂക്കിനെ ഒഴിവാക്കുന്നു, കിങ് വെച്ച് തിരികെ എടുക്കുന്നു, G3. അപ്പോൾ ഓൾറെഡി പൊസിഷൻ ഇവിടെ ക്രാംനിക്കിന് ലൂസിങ് പൊസിഷനിലോട്ടായി പോയിക്കൊണ്ടിരിക്കുകയാണ്. കിങ് G2ലേക്ക് കളിക്കുന്നു. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് കളിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും? പതുക്കെ ഇങ്ങനെ ഒരു ചെക്ക് മേറ്റും ഇവിടെ ഒരു ചെക്ക് വരികയും ചെയ്യും. നൈറ്റ് ഈ ഒരു സ്ക്വയർ കൺട്രോൾ ചെയ്യണം. അപ്പോൾ ഈ പോണിലേക്ക് ചലഞ്ച് ചെയ്യാനും നൈറ്റിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കിങ്ങിനെ ഇവിടെ G2ലേക്ക് കളിക്കുന്നു. ഒരു പേടിയില്ല, നൈറ്റിനെ ഇവിടെ F4 കളിച്ച് കാസ്പറോവ് വീണ്ടും ചെക്ക് കൊടുക്കുന്നു. അപ്പോൾ പുറകെ തന്നെ നിൽക്കണം, അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നം കൂടെ ഉണ്ട്. കിങ് ഇവിടെ ഒന്നെങ്കിൽ G1ലോട്ട് പോവാം, അല്ലെങ്കിൽ വേറെ എങ്ങോട്ട് പോവാം, വേറെ ഏതെങ്കിലും സ്ക്വയറിലോട്ട്. ഈ പൊസിഷനിൽ കിങ്ങിനെ ഇവിടെ ഒരു ചെക്കിന് ശേഷം കിങ്ങിന് ഇവിടെ വേണമെങ്കിൽ G1ലോട്ട് പോവാം, അതും അല്ലെങ്കിൽ വേണമെങ്കിൽ F1ലോട്ട് പോവാം. F1ലോട്ട് പോയി കഴിഞ്ഞാൽ ആദ്യം ഇങ്ങനെ ഒരു ചെക്ക് വരും. കിങ് ഇവിടെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ബിഷപ്പ് D4. അപ്പോൾ ഓൾറെഡി ഒരുപാട് ഡിസ്കവേർഡ് ചെക്കുകൾ ഇവിടെ ത്രട്ടൻ ചെയ്യേണ്ടി. ഈ റൂക്ക് മൂവ് ചെയ്തിട്ട് ഒരു ഡിസ്കവേർഡ് ചെക്കും ഈ ഒരു ക്യൂനും എല്ലാം ഇവിടെ ത്രട്ടൻ ചെയ്യേണ്ടത്. അപ്പോൾ ആ മൂവ് ഉണ്ട് ഇവിടെ ഇങ്ങനെ ഒരു മൂവിന് ശേഷം. ഇനി എന്ത് ചെയ്യും ഈ പൊസിഷനിൽ? ഈ ഒരു ചെക്കിന് ശേഷം ഇനി കിങ്ങിനെ F1ലോട്ട് പോയാലോ? F1ലോട്ട് പോയി കഴിഞ്ഞാൽ G2 ചെക്ക്, കിങ് ഇവിടേക്ക് പോയി കഴിഞ്ഞാൽ നേരത്തെ കണ്ട പോലെ തന്നെ ബിഷപ്പ് D4. ഈ ത്രെഡ്സ് എല്ലാം ഉണ്ട്. ഇനി വേറെ എവിടെ പോയിട്ടും വലിയ കാര്യമൊന്നുമില്ല. ഈ പൊസിഷനിൽ കിങ് G1 പോയി കഴിഞ്ഞാൽ നേരെ ചെക്ക് മേറ്റ് സംഭവിക്കുന്നതാണ്. അപ്പോൾ ഈ മൂവിന് ശേഷം, ഏത് മൂവിന് ശേഷമാണ്? നൈറ്റ് F4 ചെക്കിന് ശേഷം ഇവിടെ ക്രാംനിക്ക് റിസൈൻ ചെയ്യുകയാണ്. കാസ്പറോവിൻ്റെ പീസ് ആക്ടിവിറ്റികളുടെ ഒരു ഡോമിനേഷനാണ് നമ്മളിവിടെ കണ്ടത്. അപ്പോൾ എങ്ങനെയുണ്ട് ഗെയിം നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ഗെയിംസായിട്ട് നമുക്ക് വീണ്ടും കാണാം, അടുത്ത വീഡിയോയിൽ കാണാം.